നമസ്കാരം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന മുരാരി ബാബു അന്തരിച്ചു. അയ്യപ്പൻ്റെ കോപമാണ്, അയ്യപ്പൻ്റെ ശിക്ഷയാണ് എന്ന് അദ്ദേഹം തന്നെ വിശ്വസിച്ചിരുന്നു എന്നാണ് അദ്ദേഹം സ്ഥിരമായി പോയി ഒപ്പിടാറുണ്ടായിരുന്ന കേസിന് സംബന്ധമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി അദ്ദേഹം സ്ഥിരമായി പോയി ഒപ്പിടാറുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പറയുന്നത് എല്ലാം അയ്യപ്പൻ്റെ ശിക്ഷയാണെന്നാണ് അദ്ദേഹം അവസാനം ഒപ്പിടാൻ വന്നപ്പോൾ പറഞ്ഞത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പത്മകുമാർ CPM-ൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കപ്പെട്ടു. അതിനുശേഷം നടന്നു പറയുന്നു, യുവതീ പ്രവേശന സമയത്ത് എന്നെ അവിടുന്ന് തന്ത്രപൂർവ്വം മാറ്റി, ഞാൻ നിരപരാധിയാണ്, ഞാൻ അയ്യപ്പൻ്റെ ഭക്തനാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹവും പറഞ്ഞു നടക്കുന്നു. മറ്റൊരു വശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള പൂർണ്ണമായും തെളിയിക്കും, അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും, പ്രതികളെല്ലാം നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരും എന്നുള്ള അവകാശവാദം ഭക്തരുടെ മുന്നിൽ ഉന്നയിച്ച് തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പ്രഖ്യാപിച്ച് അധികാരത്തിലെത്തിയ UDF ഇപ്പോൾ ഈ വിഷയസംബന്ധമായി സ്വീകരിക്കുന്ന നടപടികൾ കാണുമ്പോൾ അടിസ്ഥാനപരമായിട്ട് പൊറ്റിയെ ഗേറ്റിയെ എന്നുള്ള പാട്ട് തിരിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഇനി പാടിത്തുടങ്ങുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സോണിയാഗാന്ധിയുടെ വസതിക്കുള്ളിൽ വരെ പ്രവേശനമുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിനും അപ്പുറത്തേക്കൊരു ഏതെങ്കിലും ഒരു തരത്തിൽ സ്വാധീനം ഉപയോഗിച്ച് പല കുറ്റവാളികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകാരും പലപ്പോഴും ചെയ്യുന്ന ഒരു പൊതു സ്വഭാവമാണത്, ഒരു പ്രവർത്തന രീതിയാണ്. പ്രമുഖരായ രാഷ്ട്രീയക്കാരോട് ഒരു സൗഹൃദം സ്ഥാപിക്കുവാൻ ശ്രമിക്കും. അതിന് സാധിച്ചില്ലെങ്കിൽ അവരുമായി പരിചയമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുമായി സൗഹൃദം സ്ഥാപിച്ച് അവരോടൊപ്പം ഒരു ചിത്രമെങ്കിലും എടുത്ത് സൂക്ഷിക്കും. ഭാവിയിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ അവരുടെ മേൽ പിടി വീണാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കടത്തിയത് എന്ന് കോടതി തീരുമാനിക്കുകയാണെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണമെങ്കിൽ പറയാം, UDF സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നതെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പേര് പറയും, അതുകൊണ്ട് തന്നെ എൻ്റെ പേരിലുള്ള ചാർജ് ഷീറ്റുകൾ ഒന്ന് നോക്കിയും കൊണ്ട് എഴുതണം എന്നുള്ള ഒരു വിലപേശലിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാനുള്ളൊരു സാധ്യതകൾ അവിടെ തള്ളിക്കളയുവാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം അത് ചെയ്തതെന്നുള്ള ഒരു അനുമാനത്തിൽ ആണിപ്പോൾ തൽക്കാലം നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള ഏതെങ്കിലും ഒരു ബന്ധമോ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഇടപെടലുകളോ സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നോ അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്നോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട രീതിയിലാണ് ഇപ്പോൾ UDF സർക്കാർ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സമീപിക്കുന്നത്. കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകരെ ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനായി നിയമിക്കുകയും വിവാദമായപ്പോൾ ആ അഭിഭാഷകൻ രാജിവെച്ച് പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒന്നുകിൽ വളരെ അശ്രദ്ധമായാണ് ഈ വിഷയങ്ങളും വകുപ്പുകളും മുരളീധരനെ പോലുള്ളവർ കൈകാര്യം ചെയ്യുന്നത്. മുരളീധരനാണല്ലോ ദേവസ്വം ബോർഡ് മന്ത്രി. VD സതീശനും കൃത്യമായിട്ട് അത്രയും തന്നെ ഉത്തരവാദിയാണ്. മുരളീധരൻ്റെ അതേ ഉത്തരവാദിത്വം തന്നെ VD സതീശനുമുണ്ട്. അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അതും പ്രേക്ഷകരോട് കൃത്യമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നൊരു സത്യമാണ്, ഒരു വസ്തുതയാണ്. കാരണം അഭിഭാഷകനെ നിയമിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയും ഗൗരവമേറിയ ഗുരുതരമായൊരു വിഷയം, തിരഞ്ഞെടുപ്പിൽ അവരുടെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നൊരു വിഷയം, ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു തരത്തിലുള്ള തീരുമാനം പോയിട്ട് ഒരു ചുവടുവെപ്പ്, ഒരു അഭിപ്രായ പ്രകടനമെങ്കിലും നടത്തുന്നതിന് മുൻപ് ഏതൊരു മന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ചിരിക്കണമെന്നുള്ളൊരു സാമാന്യ മര്യാദയാണ്, അല്ലെങ്കിൽ ഒരു സാമാന്യ രീതിയാണ്. സാമാന്യ ബോധമുള്ളവർ അതേ ചെയ്യുള്ളൂ. സാമാന്യ രീതിയും സാമാന്യ മര്യാദയും എല്ലാം വിടൂ, സാമാന്യ ബോധമുള്ളവർ അതേ ചെയ്യുകയുള്ളൂ. അതിനും അപ്പുറത്തേക്കൊരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് വിളിച്ചു പറയുന്നത് ഒന്നുകിൽ ഇക്കാര്യത്തിൽ മുരളീധരൻ എന്തെങ്കിലും സ്ഥാപിത താല്പര്യം ഉണ്ട്, അല്ലെങ്കിൽ മുരളീധരൻ ഇതിനെ അത്രയും അശ്രദ്ധമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ആരോഗ്യവകുപ്പും ദേവസ്വം വകുപ്പും കൂടി ഒരുമിച്ച് കൈകാര്യം ചെയ്യുവാൻ ഈ രണ്ട് വകുപ്പുകളും അദ്ദേഹത്തിൻ്റെ മേൽ ചെലുത്തുന്ന സമ്മർദ്ദം അദ്ദേഹത്തിന് താങ്ങുവാൻ സാധിക്കുന്നില്ല. കാരണം ആരോഗ്യവകുപ്പിലും ഇപ്പോൾ നിരവധി പാളിച്ചകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. നിപ്പയും ഷിഗല്ലയും എല്ലാം കൂടി അദ്ദേഹത്തെ വലയ്ക്കുന്നു. അതിനോടൊപ്പം അദ്ദേഹം അറിയാതെ, ആ സാഹചര്യത്തിൽ അദ്ദേഹം അറിയാതെ ആരെങ്കിലും ഒരു നിയമനം നടത്തിയിട്ടുണ്ടെങ്കിൽ, കാരണം അങ്ങനെ പറയുവാനുള്ള, അദ്ദേഹം അറിയാതെ എന്ന് പറയുവാനുള്ള മറ്റൊരു കാരണം, ദേവസ്വവും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിൽ നിന്നൊരു കത്ത് ദേവസ്വത്തിന് പോയി. മണ്ഡലക്കാലത്ത് ഡോക്ടർമാരെ നൽകുവാൻ ആരോഗ്യവകുപ്പിന് സാധിക്കില്ല, ആരോഗ്യവകുപ്പ് നൽകില്ല എന്നുള്ളൊരു കത്ത് ദേവസ്വത്തിന് പോയി. അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ മന്ത്രി അത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം അത്തരത്തിലൊരു പിടിപ്പുകേടാണോ ഈ മന്ത്രിക്ക് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രണ്ട് വകുപ്പുകളുടെയും കാര്യത്തിൽ ഉള്ളത് എന്ന് ജനം സംശയിച്ചാൽ കുറ്റം പറയുവാൻ സാധിക്കില്ല. ആ രീതിയിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്.
അങ്ങനെ വരുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അശ്രദ്ധ എന്നുള്ളൊരു ഘടകം നമുക്ക് അനുമാനിക്കാം. ഇനി അശ്രദ്ധ അല്ലെങ്കിലോ അവിടെയാണ് ഏറ്റവും ഗുരുതരമായി ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതും കാണേണ്ടതും. അശ്രദ്ധയല്ല എന്നുണ്ടെങ്കിൽ, മനഃപൂർവ്വമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ UDF സർക്കാർ എടുക്കുന്നതെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളോ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളോ ഈ സർക്കാരിൻ്റെ കാലത്തും നടക്കില്ല. LDF സർക്കാരിൻ്റെ കാലത്ത് അത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് ഓരോ ചുവടുവെപ്പിലും അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിൽ വിഘാതങ്ങൾ സൃഷ്ടിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചിരുന്നതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ഒരു സർക്കാർ, അല്ലെങ്കിൽ ആ സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാരിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളാണ് എന്നാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കതിൽ സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കഴിഞ്ഞ 10 വർഷങ്ങളായി അധികാരത്തിലില്ലാതിരുന്ന UDF, അതും കോൺഗ്രസ് നയിക്കുന്ന UDF, ഈ വിഷയത്തിൽ ഇത്രയും അനാസ്ഥത കാണിക്കുമ്പോൾ, ഒരു അശ്രദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തന രീതി അതിൽ കാണിക്കുമ്പോൾ, അശ്രദ്ധ കാണിക്കുന്നു എന്നുള്ളൊരു അനുമാനം സത്യത്തിൽ അവരോടൊരു ദയ തോന്നി എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കാരണം ഈ K. മുരളീധരൻ എന്ന് പറയുന്നത് പുതിയതായിട്ട് മന്ത്രിസ്ഥാനത്ത് വരുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ പരിചയം തീരെ ഇല്ലാത്തൊരു വ്യക്തിയല്ല. VD സതീശനും രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്തൊരു വ്യക്തിയല്ല, പ്രവർത്തന പരിചയം ഇല്ലാത്തൊരു വ്യക്തിയല്ല. മന്ത്രിയായിട്ടില്ല എന്നുള്ളത്, മുഖ്യമന്ത്രിയായിട്ടില്ല എന്നുള്ളത്. മുരളീധരൻ ഒരു തവണ മന്ത്രിയുമായിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ഇത്രയധികം കാലത്തെ പരിചയമുള്ള ഇവർ ഇത്തരത്തിലുള്ളൊരു അശ്രദ്ധ ഈ വിഷയത്തിൽ കാണിക്കുമെന്നുള്ളൊരു വിശ്വാസം നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വാദം നമ്മൾ തൽക്കാലത്തേക്കെങ്കിലും സ്വീകരിക്കുന്നത്, വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, ഭരണത്തിലേറിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ എന്നുള്ളൊരു ആനുകൂല്യം അവർക്ക് നൽകുകയാണ്. പക്ഷേ ആ ഒരു ആനുകൂല്യത്തിന് ഇവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ ഒരു വിഷയം അവരുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലെ യഥാർത്ഥ പ്രതികളെ കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്നുള്ളത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനമായിരുന്നു. പൊറ്റിയെ ഗേറ്റിയെ എന്നുള്ള പാട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് കാലം മുതൽ അവരൊരു പ്രചരണായുധമായി തന്നെ ഉപയോഗിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇവർ വാദിഭാഗത്ത് നിൽക്കേണ്ട ആളുകളാണ് എന്നാണ് ജനം അവരെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടിയാണ്, ആ ഒരു കാരണം കൊണ്ടുകൂടിയാണ് അവരെ അധികാരത്തിലേക്ക് ജനം കയറ്റി വിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരവസരത്തിൽ ഇത്തരത്തിൽ അഭിഭാഷക നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത്രയും ഗുരുതരമായ വീഴ്ച സംഭവിക്കുമ്പോൾ, സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചുള്ള ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടവനാര് എന്നുള്ള ചോദ്യം ഉടനെയൊന്നും ഉത്തരം ലഭിക്കുന്ന ഒരു ചോദ്യമായി എനിക്ക് തോന്നുന്നില്ല. പ്രേക്ഷകർക്ക് എന്താണ് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുന്നതിലൂടെ തത്വമയി ന്യൂസിൻ്റെ വാർത്താ സംപ്രേഷണത്തിനോ അല്ലെങ്കിൽ വിശകലനങ്ങൾക്കോ ഒക്കെ കൂടുതൽ ഒരു മിഴിവുണ്ടാകുവാൻ അത് സഹായിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം നിങ്ങളുടെ ഒരു ഇടപെടലും സഹകരണവും ഇല്ലാതെ ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉള്ള ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഒരു സാമൂഹ്യ മാധ്യമത്തിലെ ചാനലിനും സാധ്യമല്ല എന്നുള്ളത് പ്രേക്ഷകർക്കും വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സഹകരണം, കാരണം തത്വമയി ന്യൂസിനെ ഇത്രയും കാലം കൃത്യമായിട്ട് തന്നെ പിന്തുടരുകയും തത്വമയി ന്യൂസിനോട് സഹകരിക്കുകയും വിമർശിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്ത പ്രേക്ഷകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ പറയുന്നു, തുടർന്നും ആ സഹകരണങ്ങൾ ഉണ്ടാകണം. കാരണം കൃത്യമായിട്ടുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുക, വീഡിയോകൾ കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക, ആ പ്രത്യേക വിഷയത്തിൽ ഓരോ വീഡിയോയിലുമുള്ള പ്രത്യേക വിഷയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ സംവാദങ്ങൾ തുടരും. തത്വമയി ന്യൂസ് കൂടുതൽ മെച്ചപ്പെടുകയും പ്രേക്ഷകരുടെ സഹകരണം കൂടുതൽ വളരുകയും ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.